കേരളക്കരയിലേക്ക് നാം അറിയാതെ ഷിയാസൂഫിസം കടത്തിക്കൊണ്ടുവന്നത് അലവി സംഘങ്ങളാണ്. ആരാണ് ഈ അലവി സംഘങ്ങൾ? ബാ അലവി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ അലവി സംഘങ്ങളുടെ ഉത്ഭവം യമനിൽ നിന്നാണ്. യമനിൽ നിന്ന് ഹളർമൗത്തിൽ നിന്നും നമ്മുടെ നാട്ടിലേക്ക് കുടിയേറിപ്പാർത്ത ഈ ബാ അലവികൾ, ബാ എന്നാൽ യമനി ഗ്രാമീണ ഭാഷയിൽ ഇബിൻ മകൻ എന്നാണ് അതിന്റെ അർത്ഥം. അലവി എന്ന് നാം ഒരു ഭാഷയിലും നമുക്ക് അലവി എന്ന പേര് ദർശിക്കാൻ കഴിയില്ല. എവിടെ നിന്നാണ് ഇതിന്റെ ഉത്ഭവം? അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹുവിന്റെ പേരിലാണ്. ആ പേരിനെ വക്രീകരിച്ചുകൊണ്ടാണ് അലവി എന്ന പേര് ഈഷ്യാക്കൾ നിർമ്മിച്ചെടുത്തത്. അങ്ങനെ ആ പേരിൽ അറിയപ്പെടുവാൻ അവർ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ അവരുടെ മക്കൾക്ക് അവർ ബാ അലവി എന്ന പേര്, മറ്റു പേരിന്റെ കൂടെ അബ്ദുറഹ്മാൻ ബാ അലവി എന്നതുപോലെ മറ്റു പേരുകളുടെ കൂടെ ബാ അലവി ചേർക്കുന്ന ഒരു സമ്പ്രദായം ഷിയാക്കൾക്കുണ്ട്. എന്താണ് അതിന്റെ യഥാർത്ഥ അർത്ഥം? അതായത് അലിയുടെ മകൻ. ഈ പേരിൽ അറിയപ്പെടാൻ അവർ ആഗ്രഹിച്ചിരുന്നു. ഇത്തരം പേരുകൾ നമ്മുടെ നാട്ടിൽ നമുക്ക് യഥേഷ്ടം ദർശിക്കാൻ കഴിയും. ഇവർക്കൊക്കെ യമനുമായി എന്തെങ്കിലും തരത്തിലുള്ള പൂർവിക ബന്ധങ്ങളോ നേരിട്ടുള്ള ബന്ധങ്ങളോ നമുക്ക് കാണാൻ കഴിയും. ഇത്തരം ആൾക്കാരാണ് ഈ ഷിയാസൂഫിസം നാം അറിയാതെ തന്നെ നമ്മിലേക്ക് കടത്തി കൂട്ടിച്ചേർത്ത് വെച്ചത്. പിൻവാതിൽ കൂടിയാണ് ഇവരിത് ഇത് നമ്മുടെ നാട്ടിലേക്ക് ഇത് കടത്തിക്കൊണ്ടുവന്നത്. നമ്മുടെ മദ്രസകളിലൊക്കെ പഠിപ്പിക്കപ്പെടുന്നത് കൃത്യമായും ശഫഈ മദ്ഹബിന്റെ ആ ഒരു കർമ്മശാസ്ത്ര സരണിയിൽ കൂടിയാണ് നമുക്ക് അധ്യാപനങ്ങൾ നൽകുന്നത്. നമ്മുടെ ഈ മദ്രസകളിലോ കോളേജുകളിലോ ഒരിക്കലും നമുക്ക് ഈ ഷിയാസൂഫി ആശയങ്ങളോ തരീഖത്തിന്റെ ആശയങ്ങളോ കാണാൻ കഴിയില്ല. പല പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഖാദിരി, റിഫായി, നഖ്ശബന്ദി, ഇങ്ങനെ പല തരീഖത്തിന്റെ പേരുകളിലും ഇത് അറിയപ്പെടുന്നു. കാരണം അതിന് പുതുമ നൽകാൻ വേണ്ടിയാണ്. ഷിയായിസം എന്ന് പറയുമ്പോൾ മുസ്ലിമീങ്ങൾ ഒറ്റ നോട്ടത്തിൽ തന്നെ അതിനെ തള്ളിക്കളയും. അതുകൊണ്ട് അത് വേറെ ചില പേരുകൾ ഇട്ടുകൊണ്ടാണ് നമ്മുടെ നാട്ടിലേക്ക് അത് കടത്തിക്കൂട്ടിയത്. ഇതൊരിക്കലും മുൻവാതിൽ കൂടി കടന്നു വന്ന ഒരു സമ്പ്രദായമല്ല. ഇത് പിൻവാതിൽ കൂടിയാണ് ഇത് നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നത്. നമ്മുടെ മദ്രസകളിൽ കൃത്യമായി ശഫഈ മദ്ഹബിന്റെ കർമ്മശാസ്ത്ര പദ്ധതിയിൽ കൂടിയാണ് നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജൊക്കെ പഠിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം പിഴവ് വളരെ കുറവാണ്. അതിലേക്കാണ് എന്തെങ്കിലും ഒരു പ്രയാസമോ വിഷമോ വരുമ്പോൾ ഇതിന്റെ ആൾക്കാർ വന്നുകൊണ്ട് പറയും, എന്നാലെന്ന ഷെയ്ഖിന്റെ അടുക്കൽ ഷെയ്ഖിന് വേണ്ടി എന്നാലെന്ന പാട്ടുകൾ അല്ലെങ്കിൽ കഥാപ്രസംഗങ്ങൾ അല്ലെങ്കിൽ അത്തരം തരത്തിലുള്ള പദ്യഗദ്യങ്ങൾ നേർച്ചയാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ വിഷമങ്ങൾ, പ്രശ്നങ്ങൾ നീങ്ങിപ്പോകും എന്ന് ഇവർ പതുക്കെ പറയും. അങ്ങനെ മെല്ലെ മെല്ലെ വളർത്തിക്കൊണ്ടുവന്നാണ് ഇത്തരം വഴിവഴകളൊക്കെയും. ഈ വഴിവഴകളൊക്കെ നാം വിട്ടുനിൽക്കേണ്ടത് ഒരു അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം സംബന്ധിച്ചിടത്തോളം നിർബന്ധമാകുന്നു. ആഖിർ ദഅവാന അൽഹംദുലില്ലാഹി.